ഇങ്ങോട്ട് ഇറങ്ങി വേടാ. പക്ഷേ മിസ്റ്റർ സാജൻ, നിങ്ങളാണോ എന്നോട് ഇങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് പെരുമാറുന്നത്? കഥയൊക്കെ പിന്നെ പറയാം. എനിക്ക് എന്റെ കാശിപ്പ് കിട്ടണം. ലോഡിന് പോകാൻ നേരമായെന്ന്. കാശ് കിട്ടേണ്ടവരൊക്കെ ക്യാമ്പിൽ കാത്തിരിക്കുക. അതിന് നാടകം നടന്നില്ലല്ലോ. നാട്ടുകാരുടെ പശ പറ്റിച്ചെടുത്ത് ഇത്തരം വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ചാവിട്ടി നിന്റെ ബമ്പർ ഓടിച്ചു കളയും. നിന്റെ കാലൻ. ഇയാളോട് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ നോമാണേ. അതെ, പള്ളി ചെന്ന് പറ. ആശാനെ, ഇവനിവിടെ കിടന്നു ന്യൂട്രൽ കളിക്കുക. ഇവർ വാടാ കഴിവരെ. ഇന്നിവന്റെ അന്ത്യം. പട്ടാളം മാസുവാ, സംഗതി കുഴപ്പമാ. പട്ടിച്ചേട്ടനെ എങ്ങാനും തല്ലു ഒമ്മറ്റി ചിലപ്പോ കൊന്നു ഇരിക്കും. നീ പറയാ എല്ലടാ പശേ. നിന്റെ പേരാണോ പശ? അതെ. അതെന്ത് പേരാടാ പശ? അതെന്റെ തറവാട്ട് പേരിന്റെ ചുരുക്കെഴുത്താണ്. ഇവന്റെ സ്വഭാവത്തിന് ഈ പേര് നല്ലപോലെ ചേരുവാശാരെ. നിന്റെ തൊഴിലെന്താടാ? സംവിധാനം. സിനിമയുടെ. ഇപ്പോ നാടകത്തിന്റെ. നീ എവിടെ നിന്ന് പഠിച്ചു സംവിധാനം? മദ്രാസിൽ നിന്ന്, ഫിലിം ഫീൽഡിൽ നിന്ന്. അത്രയും വലിയ സംവിധായകൻ എന്തിനാണ് നാട്ടുകാരെ പറ്റിച്ച് നാടകം തുടങ്ങിയത്? കഴുത വണ്ടിയെന്ന് കയ്യടാ. സത്യം പറഞ്ഞാൽ ഒറ്റ ചവിട്ടാ. നിനക്ക് വളരെ ചിന്തായിരുന്നോ ജോലി? ക്ലാപ്പടിയായിരുന്നു സർ. അയ്യോ, അതെന്തൊരടിയാടാ. എടാ, നീ ഈ കിളിയോട് കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. പറയടാ, സാജൻ സാർ എത്ര രൂപയായിരുന്നു വാങ്ങിച്ചത്? ഞാനോ? അല്ലെ, ഞാൻ വാങ്ങിച്ചത് 36-40. സാറാമ്മ ഒരു 36-40 ഇല്ലേ? ഉമാരനെ തല്ലി കൊല്ലും. എന്റെ കയ്യിൽ വിഷം തിന്നാൻ പോലും കാശില്ല. ഇപ്പൊ കഴിവേറിയുടെ മോനെ, നടനാക്കാന്നും പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചിട്ട് പണം വാങ്ങിയിട്ട് ഇപ്പൊ കയ്യിലില്ലെന്നോ? അയ്യോ, എന്റെ ഉടുതുണി. അയ്യോ, നാട്ടുകാരുടെ പശ വച്ചിട്ടെടുത്ത് എന്താണ് ഇവന്റെ കഴുത്തില്? ഡയറക്ടറല്ലേ ഇതിലാ? കൊള്ളാലോ. ഒന്ന് ഊതിക്കേടേ. ഊതറ മതി. ഓടറാ, ഓടറാ, ഓടറാ. അവരിന് ജീവിക്കാൻ അത് മതി. ഡബിൾ റൈറ്റ്. ഓപ്പറേഷൻ സക്സസ് ആണ്. വിഷമിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞ് കെട്ടഴിക്കും. അപ്പോൾ വന്നാൽ മതി. ഈ രാത്രിയിൽ നീ എവിടെ പോയിരുന്നടി? സുമതിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന് 1500 രൂപ ആവാമെന്നല്ലേ പറഞ്ഞത്? അതെ. നിനക്ക് ഇത്രയും രൂപ എവിടെ നിന്ന് കിട്ടി? മുഴുവനും കിട്ടിയില്ല, കുറച്ച് രൂപ കിട്ടി. എവിടെ നിന്ന് കിട്ടിയെന്ന്? അത് നിനക്ക് ഇത്രയും രൂപ ആര് തന്നെന്ന്? അതൊക്കെ കിട്ടി. ഓഹോ, അപ്പൊ നിനക്ക് ഞാൻ അറിയാതെ പണം തരാൻ ആളുണ്ടല്ലേ? അത്യാവശ്യം രൂപയുണ്ടാകാതെ പറ്റില്ലല്ലോ. സുമതിക്ക് കാഴ്ച കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ആരാണ് നിനക്ക് രൂപ തന്നത്? സത്യം പറഞ്ഞാൽ ചവിട്ടിക്കളെ. ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്കോ തരാൻ കഴിയില്ല. ആരോടെങ്കിലും വാങ്ങാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞാൽ? എനിക്കറിയാം, നിനക്ക് തരാൻ ആളുണ്ടാകും. പെണ്ണൊരുങ്ങിയ പണത്തിനാണോ വിഷമം? നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ. എന്റെ അനുജത്തിക്ക് കാഴ്ച കിട്ടേണ്ടതാണ് എന്റെ ആവശ്യം. വാസുവിനെ വഞ്ചിക്കാമെന്ന് നീ വിചാരിക്കണ്ട. എല്ലാം ഞാൻ കണ്ടുപിടിക്കും. അന്ന് നിന്റെ അന്ത്യം. ഇന്നലെ ഞാനൊരു കേസിന്റെ കാര്യത്തിനായി വക്കീലിനെ കാണാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ തേങ്ങാക്കാരൻ മമ്മദ് ഒരു 300 രൂപ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടിട്ട് തിരിച്ചു കയറുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ രൂപ ഞാൻ അപ്പൊ തന്നെ അവന്റെ കൈ കൊടുത്തു. മുറിയുടെ താക്കോല് ഏൽപ്പിച്ചു. അവൻ അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്ന് താക്കോൽ എന്റെ കൈ തന്നു. അത്രേ എനിക്കറിയാം. എത്ര മണിക്കാണ് പുറപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 മണിയായി കാണും. എന്നിട്ട് ഞാനും ഗോപിയും കൂടെ കാറിലാണ് പോയത്. ഗോപി ഇവിടുത്തെ ഡ്രൈവറായി ജോലി നോക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 10-14 കൊല്ലമായി. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചെത്തിയത്? 5 മണിയായി കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ മകൻ ചന്ദ്രുവും വേലക്കാരി ജാനും ഉണ്ടായിരുന്നു. ഇവനോ? അയ്യോ, അവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയിട്ട് ഇന്നാ മടങ്ങിയെത്തിയത്. വേലക്കാരി എവിടെ? ആശുപത്രി കിടക്കുന്ന അനിയത്തിയെ കാണാൻ പോയിരിക്കുക. അവൾ എങ്ങനെ, വിശ്വസ്തയാണോ?
അയ്യോ പാവം. അല്ലെങ്കിൽ അവക്കങ്ങനെ എടുക്കാൻ കഴിയും? ഞങ്ങൾ മുറി പൊട്ടിട്ടല്ലേ പോയത്. മകൻ എവിടെ? അവൻ ലൈബ്രറിയിൽ പോയിരിക്കുക. പണം കാണാതായിരിക്കുന്നെന്ന് എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്? അയ്യോ, തിരിച്ചു വന്ന ഉടനെ അറിഞ്ഞു. മറ്റാരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ല. എടാ ഗോപി, നേര് പറഞ്ഞു, ഇല്ലെങ്കിൽ കുഴപ്പമാവും. കൊച്ചമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് ഇവനെ, പക്ഷെ രൂപ ഞാൻ എടുത്തിട്ടില്ല. നിനക്കറിയില്ല അല്ലേ? ഞാനിവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. കൊച്ചമ്മേ, ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല കൊച്ചമ്മേ. കൊച്ചമ്മേ, ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ. ഗുരുവായൂരപ്പൻ സത്യമായിട്ട് ഞാൻ രൂപ എടുത്തിട്ടില്ല കൊച്ചമ്മേ. എന്നെ കൊണ്ടുപോയിരുന്നു കൊച്ചമ്മേ. എന്താണ് സംഭവം? ലക്ഷ്മി അമ്മയുടെ അലമാരിയിൽ നിന്ന് 200 രൂപ മോഷണം പോയത്രേ. ഞാനാണ് അത് എടുത്തതെന്നും പറഞ്ഞ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഞാൻ എന്റെ സത്യം തുറന്നു പറഞ്ഞു. പക്ഷെ അതാരും വിശ്വസിച്ചില്ല. അവരെന്നെ ഒത്തിരി തല്ലി ചേട്ടാ. എന്നിട്ട് എടുത്തത് ആരാണെന്ന് ഇനിയും തെളിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കറിയാം അതെടുത്തത് ആരാണെന്ന്. ആരാണ്? കൊച്ചമ്മയുടെ മകൻ തന്നെ എടുത്തത് മറ്റൊരാളിന് കൊടുത്തത്. ആർക്കാണ്? ചേട്ടൻ എന്നോട് ദേഷ്യം തോന്നരുത്. അവനാ കാശെടുത്ത് കൊടുത്തിട്ടുള്ളത് അവൾക്കാ, ചേട്ടന്റെ മുറപ്പെണ്ണ് ജാനുവിന്. ചേട്ടൻ എന്നെ തല്ലിക്കോളൂ, പക്ഷെ സത്യം ഇതാണ്. സുമതിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ രൂപ കൊടുത്തത് ചേട്ടനായിരുന്നു. ജാനുവിനെ വിശ്വസിക്കാതിരിക്കാൻ ചേട്ടന് കഴിയില്ല. പക്ഷെ എനിക്കറിയാം ജാനുവും കൊച്ചമ്മയുടെ മോനും തമ്മിൽ വളരെ എളുപ്പത്തിലാണെന്ന്. ഞാൻ ഏതൊരാളുടെ മുമ്പിൽ സത്യം ചെയ്യാം. വാ. ഞാൻ കേട്ടത് നേരം. നിങ്ങൾ എന്താ കേട്ടത്? നീ ഒരു തേവടി ചെയ്യണമെന്ന്. ആണെങ്കിൽ താൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവിടെ എന്തെങ്കിലും ജീവിക്കുന്നല്ലോ. പുറത്ത് ഇനി നീ ഇവിടെ വരാൻ പാടില്ല. നിന്നെ ഞാനങ്ങനെ സൂക്ഷിക്കാൻ വിടില്ല. വാസുവിനെ വഞ്ചിച്ചോണ്ട് നീ ഇനി ജീവിക്കണ്ട. ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും. വാസു ജീവിച്ചിരിക്കുമ്പോ പേച്ചു പോകാൻ നിന്നെ ഞാൻ വിടില്ല. ഞാൻ പേഴ്ചെങ്കിലേ അത് തന്റെയും കൂടെ കഴിവുകേടാണ്. ഇന്ന് രാത്രി രണ്ടിലൊന്നും ഞാൻ അറിയും. ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൻ. നിന്റെ ചോര വാസു കുടിക്കും. എടീ, ഞാൻ വരും. നീ ഒരുങ്ങിയിരുന്നോ നിന്റെ അന്ത്യയാത്രയ്ക്ക്. ഈ നേരത്തെ എന്തിനാ ആശാനെ? എടുക്കാൻ ഇന്ന് ഞാൻ അവളെ തട്ടും. വേണ്ട ആശാനെ, ആ പാവത്തിന് വെറുതെ വിട്ടേക്കാശാനെ. മാറിക്കാൻ ഞാൻ മാറില്ല. എവിടെ പോയാലും നിന്നെ ഞാൻ വിടാൻ പോകുന്നത്.